കലാകാരനായ സാരംഗ് നമ്മുടെ കൂടെ അക്ഷയയുടെ കൂടെയാണ് ചേരുന്നത്. സാരംഗ് എ ഗ്രേഡ് നേടിയിട്ടുണ്ട്. അഷ്ടപതിയിലും ലളിതഗാനത്തിലും എ ഗ്രേഡ് നേടിയ കുട്ടിയാണ്. അക്ഷയ ഒപ്പമുള്ളത് സാരംഗാണല്ലേ? വിശേഷങ്ങളും നമുക്കൊപ്പം പാട്ടൊക്കെ കേൾക്കണം. മോത്തി, എനിക്കൊപ്പം സാരം കണ്ടു. നമ്മുടെ പ്രിയ പ്രേക്ഷകരെ നമുക്ക് കലോത്സവ നഗരിയിലേക്ക് വീണ്ടും നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിവിടെ അടിപൊളിയായിട്ട് പോവുകയാണ്. ഇന്നലെ ഒരു ദിവസം കഴിഞ്ഞ് പകലും കഴിഞ്ഞ് ഒരു രാത്രിയും കഴിഞ്ഞ് ഒരു രാപ്പകൽ കടന്നു പോയിരിക്കുന്നു. ഇവിടെ പുതിയ ആളുകൾ പുതിയ കുട്ടികളെയൊക്കെ നമ്മൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമ്മൾ നേരത്തെ ചീഫ് സെക്രട്ടറി വന്ന് നമ്മളോടൊപ്പം ചുവട് വെച്ചു. അങ്ങനെ ഇവിടെ വരുമ്പോൾ എല്ലാവരും കലാകാരികളും കലാകാരന്മാരും ആകുന്ന ഒരു അത്യപൂർവ്വ നിമിഷത്തിനൊക്കെയാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഇന്നത്തെ പരിപാടിയൊക്കെ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അനൗൺസ്മെന്റ് ഒക്കെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. സാരം കാണാൻ എനിക്കൊപ്പം ഉള്ളത്. സാരംഗേ ഇങ്ങോട്ട് വരികയല്ലേ? മോനെ സ്കൂളായിരുന്നു? മേമുണ്ട ഹയർ സെക്കൻഡറി സ്കൂൾ. മേമുണ്ട. ഏതിനൊക്കെയായിരുന്നു എ ഗ്രേഡ്? ലളിതാനും അഷ്ടപതിയും. രണ്ടിനും എ ഗ്രേഡ് ആണ്. ഓക്കെ. ഞാനേ സാരംഗിനെ കൊണ്ട് ഇനി രണ്ടെണ്ണം ബാക്കിയുണ്ട്. അതേതാണ്? സംസ്കൃത ഗ്രൂപ്പ് സോങ്ങും പിന്നെ ഗാനാലാപനം. സാധാരണഗതിയിലെ മേമുണ്ടേന്ന് ഒരുപാട് കുട്ടികൾ കലോത്സവത്തിൽ എത്താറുണ്ടല്ലേ? എപ്പോഴും വായിക്കാറുണ്ട്. നിങ്ങൾക്ക് സമ്മാനം കിട്ടിയത് ആദ്യമായിട്ടാണോ സംസ്ഥാന കലോത്സവം? അല്ലല്ല, രണ്ടാമതാ. കഴിഞ്ഞ തവണ എത്ര എ ഗ്രേഡ് ഒക്കെ ഉണ്ടായിരുന്നു? ലളിതാനും അഷ്ടപതി ഗാനാലാപനം. ഒന്ന് ആലോചിച്ച് നോക്ക്, 4 പേര്. നമ്മൾ ഈ കാണുന്ന പോലെയൊന്നും അല്ല, ഇതൊരു അപാര ഐറ്റം തന്നെയാണ്. 4 ഐറ്റങ്ങൾക്കാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് പങ്കെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, അതൊരു വലിയ കാര്യമാണ്. അങ്ങനെയാണ് സാരംഗ് മേമുണ്ട സ്കൂളിൽ നിന്നും ഇവിടെ എത്തിക്കുന്നത് അല്ലേ? എന്നിട്ട് ഞാൻ സാരംഗിനെ കൊണ്ടേ ലളിതഗാനല്ല പഠിപ്പിക്കുന്നത്. മേമുണ്ട സ്കൂളിൽ പഠിച്ച ചേച്ചിയാണ് കേട്ടോ. അതായത് മോനിപ്പോ 4 ഐറ്റത്തിന് പങ്കെടുത്തില്ല സംസ്ഥാന കലോത്സവത്തിന്. ഇത് സ്കൂളിലെ തോറ്റു, മനസ്സിലായില്ലേ? അപ്പൊ അതായത് നിങ്ങളെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. എന്തെങ്കിലും 2 വാക്ക്. ഞങ്ങൾ ആ സ്കൂളില് കലാവൈഭവമുള്ള ആൾക്കാരെ മാത്രമേ എടുക്കാറുള്ളൂ. അതെ, ഒന്നുകിൽ ബുദ്ധിപരമായി മുന്നോട്ട് നിൽക്കണം, അല്ലെങ്കിൽ കലാവൈഭവം. അപ്പൊ എങ്ങനെ അവിടെ പഠിച്ചില്ലേ? അവരൊന്നും പറയാൻ പഠിച്ചില്ലേ? അവിടെ പോയിട്ട് കഞ്ഞി പിടിച്ച് പോരുമായിരുന്നു. ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സ്കിറ്റില് ഞങ്ങളോട് സാർ ഞങ്ങൾ രാവിലെ പോകും, കഞ്ഞി കുടിക്കും വരും അല്ലേ? അതാണ് സ്കിറ്റിന് സ്റ്റേറ്റിലേക്ക് ഒരു ബസ് ഉണ്ട്, ഇപ്പൊ കയറാന്നൊക്കെ പറഞ്ഞ് എന്നെയൊക്കെ പിടിച്ചിടും. എന്നിട്ട് ഞങ്ങൾ ജില്ലയിൽ നിന്ന് പൊട്ടി അന്തസ്സായിട്ട് തിരിച്ചു വരും. പക്ഷെ ഇവരെ പോലെ ചിലരുണ്ട് ഞങ്ങൾക്ക് അഭിമാനമായിട്ട് മേമുണ്ട സ്കൂളിൽ ചില പ്രത്യേക ഐറ്റംസ്. ഒരു ജില്ലാ കലോത്സവത്തിന് മേമുണ്ട സ്കൂൾ നാടകത്തിന് ഞങ്ങൾ തോൽപ്പിച്ച് ഇപ്പോൾ ഓർക്കുന്നു. നാടകം പ്രധാനമായിട്ടാണ് മേമുണ്ടയിൽ. അതുകൊണ്ട് നിങ്ങളോട് എനിക്ക് അത്ര താല്പര്യമൊന്നുമില്ല, പക്ഷേ സാരംഗിനോട് എനിക്ക് താല്പര്യമുണ്ട്. ഈ ചേച്ചിയെ പറ്റി കേട്ടിട്ടുണ്ടോ? വലിയ മാധ്യമ പ്രവർത്തകയാണ്. കേട്ടിട്ടുണ്ട്. ഇതൊക്കെ എവിടെ കണ്ടു? മനോരമ ന്യൂസിലാണോ? ഓക്കെ. പാട്ട് പാടുന്ന ലളിതഗാനല്ല, കാരണം സാരംഗിന്റെ അച്ഛൻ ആണ് ലളിതഗാനത്തിന്റെ അവർ പുറകിലുള്ളത്. അപ്പം അച്ഛനും മോനും കൂടെ ലളിതഗാനം പാടും, സാരംഗ് ഒരു അടിപൊളി പാട്ട് പാടും. പിടിച്ചോ, മൈക്കൊക്കെ തരാ. കാത്തിടുന്നവർ കാലംബമാകും, കാൽവരിയിലെ കണ്ണീര് മായ്ക്കും, കണ്ണിൽ മിന്നണ കുഞ്ഞു പുഞ്ചിരി, താരകങ്ങളോ പൂക്കളോ പാരാകെ, പകലിരൂരിമെഴുതിരിയുടെ തിരിയലകളിൽ ഒഴുകണ കൂരാകെ, പല വഴികളിൽ ഇടവകകളിൽ ഒരു ചിരിയത് പടരണ ഉള്ളാകെ, പുതുക്കണവതിൽ ഒളിച്ചു തരണ ചെറുപട്ടേട്ട വരവിതുരാവാണേ നേരാണേ, വട്ടേപ്പം വെന്തെങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ, വട്ടേപ്പം വെന്തെങ്കി താട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങള് പോട്ടെ. അടിപൊളി 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 പൊളി. ഇനി അച്ഛനെ വിളിക്കാം നമുക്ക്. അച്ഛന്റെ പേരെന്തായിരുന്നു? രാജീവൻ. സാരംഗ് രാജീവൻ അല്ലേ? എങ്ങനെയാ ലളിതഗാനമൊക്കെ? അച്ഛൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടാണോ? ചെറുതായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ മോനിപ്പോ വലുതായി പാട്ട് രംഗത്തേക്ക് വന്നേരെ ഞാനെന്ത് വഴി മാറിക്കൊടുത്തായിരുന്നു മകന് വേണ്ടിയിട്ട്. മകന് വേണ്ടി വഴി മാറിക്കൊടുത്തതാണ്. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാണെന്ന് പറയും അച്ഛനോട് തിരിച്ച്. തിരിച്ചു വരാം അച്ഛൻ പറയും ഞാൻ പാടട്ടെ. ഒരുമിച്ച് പാടിക്കൂടെ? ഞാനൊരു പഴയ സിനിമ പാട്ട് പാടാം. അത് അറിയോ? മോൻ അറിയുന്നതാണോ? അല്ല, ഞാൻ ഒറ്റയ്ക്ക് പാടാം. 2 പേർക്കും കൂടെ ഒരുമിച്ച് ഒരു പാട്ട് പാടാൻ പറ്റുമോ? അതൊരു അസുലഭ മുഹൂർത്തല്ലേ നിങ്ങൾക്കും അച്ഛനും മോനും കൂടെ പാടുമ്പോ? ഇത് അത്രയും പ്രേക്ഷകർ കാണാണ്. ഒരു പഴയ പാട്ട് 2 മൈക്ക് കൊടുക്കാം. ഹലോ, റെഡി? തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ, നിന്റെ അരഞ്ഞണ ചരടിലെ ഏലസിനുള്ളിൽ
ആരെയും മയക്കുന്ന മന്ത്രമുണ്ടോ അനങ്കമന്ത്രമുണ്ടോ തങ്കത്തളികയിൽ പൊങ്കലുമായി വന്ന തൈമാസ തമിഴ് പെണ്ണേ. അടിപൊളിയായിരുന്നു കേട്ടോ, ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനായിട്ടൊക്കെ. ഇന്ന് കോഴിക്കോട്ടേക്ക് തിരിച്ചു പോവോ? 8-ാം തീയതി പോകുന്നു. 8-ാം തീയതി പോകും. ഐറ്റ് എപ്പോഴും കഴിയുന്നേ? 6-ാം തീയതി 7-ാം തീയതി ഉണ്ട്. 6-7 ഉണ്ട്. അപ്പോൾ 7 കഴിഞ്ഞിട്ട് വേണമെങ്കിൽ 7 രാത്രി അല്ലെങ്കിൽ 8 രാവിലെ പോകും. ട്രെയിനൊക്കെ ബുക്ക് ചെയ്തോ? തിരക്കായിരിക്കും. അതെ. ഞാൻ രണ്ടുപേരും പാടാം. ഞാൻ പണ്ട് ലളിതാനൊക്കെ ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. പ്രേമയമുന തീരത്തുടർന്നൊരു ഭാവസാന്ദ്രമാം സംഗീതം ഐതിലാരോഹണങ്ങളിൽ അവരോഹണങ്ങളിൽ ആത്മാനുരാഗത്തിൻ സ്വരമധുരം. ഈ പാട്ടാണ് പാടിക്കൊണ്ടിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിട്ടുണ്ട്. പക്ഷെ എന്നെ ഉപജില്ലയിൽ എപ്പോഴും തോൽപ്പിക്കുകയായിരുന്നു. എന്തുകൊണ്ട് പാട്ടുള്ളായിരുന്നോ? എന്തായാലും അത് തന്നെയാണ്. നമുക്ക് രാഹുലേ, സമയം അതിക്രമിക്കുന്നു പറയുന്നത്. രാഹുൽ പാട്ടുപാടി അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ജനങ്ങളൊപ്പം ഇല്ല, പക്ഷെ PCR പക്ഷെ ഒപ്പം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും മത്സരിക്കാൻ വേണ്ടി പാടുന്നു, പക്ഷെ ജയിക്കാറില്ല. തോൽവി മാത്രമാണ് ചന്തുവിന് വിധിക്കപ്പെട്ടിട്ടുള്ളത്. ശരി.